എല്ലാവർക്കും സമൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും അമ്മുവും കൂടെ ഇന്ന് തമിഴ്നാട്ടിലെ തെങ്കാശി ഭാഗത്തോട്ട് പോവുകയാണ്. നല്ലൊരു സീനിക് ഡ്രൈവാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പോവാം. തെങ്കാശി പോകുന്നത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നല്ല അടിപൊളി തമിഴ് ഫുഡ് കഴിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ രണ്ടു സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒന്ന് തെങ്കാശി അമ്പലം ഉണ്ടല്ലോ, തെങ്കാശി അമ്പലം, അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ വൈകുന്നേരം പോകാനായിട്ട്. ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ നമ്മൾ ആദ്യം അടവിനൈനാർ ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്, ആ ഡാമിൽ ചെല്ലും. അപ്പോൾ ഡാമിൽ ചെന്ന് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് നമ്മൾ തെങ്കാശി പോവും. തെങ്കാശി പോയി അവിടുത്തെ അമ്പലവും അവിടുത്തെ ആ ഒരു വൈബ്, നമ്മൾ തമിഴ് സിനിമയൊക്കെ കാണാമല്ലോ, ആ സിനിമയിലെ വൈബിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഫുഡ് എന്ന് പറഞ്ഞാൽ ഗൈസ്, അവിടുത്തെ പൊറോട്ട, അവിടുത്തെ ഫ്രൈ, അവിടുത്തെ ഒരു കലക്കി കിട്ടും, കലക്കി അതൊരു കലക്കാണ്. അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ മുട്ടക്കലക്കി, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാന്നുള്ള ഉള്ളു കേട്ടോ. പക്ഷെ അവിടെ പോയി അത് കഴിക്കുമ്പോഴത്തേക്ക് തമിഴ് ടേസ്റ്റ് കിട്ടൂല. ആ തമിഴ് ടേസ്റ്റ് കിട്ടൂല. ഇതുകൊണ്ട് ആ കാണുന്ന ആ വലസല്ല പാറയും ആ കാടൊക്കെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പല സമയത്ത് പല രീതിയിൽ ഇത് കണ്ട. ഇതിപ്പോ ഏകദേശം ഉണങ്ങി കിടക്കുകയാണേ. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഗ്ലേസിങ് ആണ്, ഭയങ്കര ഇതിലേക്ക് നല്ല ഭംഗിയാണ്, പച്ചപ്പും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ നേരെ കണ്ട അടിപൊളിയാണ്. എത്താറായി. നമ്മൾ പലപ്പോഴും ഡൗട്ട്ഫുൾ ആവും, ഇതാണോ 13 കണ്ണറ? അല്ല, അതെത്തുമ്പോൾ കാണിച്ചു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ചെങ്കോട്ടെ റെയിൽ റൂട്ടാണ് കേട്ടോ. ഇതൊരു സിംഗിൾ ലൈനാണ്, അതായത് 2 ലൈനില്ല, ഒറ്റ ലൈനേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ചെന്നൈയിൽ പോകുന്ന ട്രെയിൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നത് നല്ല രസം, നല്ല സീനിക്കാറുള്ള ട്രെയിൻ, നമ്മളെ കൊങ്കണിലൊക്കെ യാത്ര ചെയ്യും പോലെ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് ഏതാ, ഈ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ട്രാഫിക്കൊക്കെ ഭയങ്കര അത്യാവശ്യം ഇതായിരിക്കും. നമുക്കിങ്ങനെ സമാധാനത്തിൽ പീസ്ഫുൾ ഡ്രൈവൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം, നല്ല കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. കണ്ടില്ലേ, ഇതാണ്ട ഒറ്റ ചവിട്ട് വെട്ടി തന്നു. താങ്ക് യു. നല്ല രസമുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഇവിടെ മറ്റേ സീനിക് ഡ്രൈവ് ഇട്ട് വണ്ടി പതുക്കെ പോകാൻ പറ്റില്ല, കാരണം എപ്പോഴും നല്ല ഫ്ലോ ഉള്ളതാണ് കേട്ടോ ബസ്സൊക്കെ. 13 കണ്ണറ പാലം. അപ്പോൾ നമുക്ക് ഒന്നിനൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് സ്കൂട്ടറിലൊക്കെ വരണത് ഇവിടെ. ഈ സ്കൂട്ടറിൽ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ അങ്ങ് അടപ്പളവും ഇരുന്ന്, പിന്നെ തിരിച്ചു പോണ കാര്യം ആലോചിക്കുമ്പോഴാണ് അമ്മു കുഴപ്പമില്ല. അതാണ് അത് ശരിയാണ്. പക്ഷെ എവിടെ പോയി നമ്മൾ ഈ ഭയങ്കര എന്തൂസിയാസമാണ് ഈ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ ബാക്ക് ഉള്ള പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ ബാക്കിൽ ഇരുന്നിരുന്ന് ആ നടുവല്ല വേറെ സാധനത്തിലാണ് അതിന്റെ ഒരു പ്രശ്നമൊക്കെ. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ എങ്ങായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയതായിരിക്കും. ആ പറോക്ക് അതിൽ പുതിയ ഡിസൈൻ വന്നു കണ്ട. അത്യാവശ്യം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ തെന്മല. പക്ഷെ നമ്മൾ ആ റോഡ് വഴി പാസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൗൺ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാലം കയറി ഇടത്തോട്ട് കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ മാമ്പഴത്തറ, പിന്നെ അമ്പനാട് ഹിൽസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. ഈ റോഡ് ലെഫ്റ്റിലോട്ടുള്ള കണ്ട അടിപൊളിയല്ലേ. ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് വീഡിയോ ആക്കാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ റോസ്മല, അങ്ങനത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് പറ്റിയൊരു സ്ഥലമാണ്, മനസ്സിലായ? കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ ഇവിടെ ഫുള്ളുണ്ട്, ചുറ്റിപ്പറ്റിയുണ്ട്. പാലം നോക്കുമ്പോൾ പാലവും അവിടെ ഫുൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളിയല്ലേ? ഇത് ഇക്കര പക്ഷെ പാലങ്ങളുണ്ടാ, വളരെ ചെറിയ പാലം. നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിൽ കൂടെ ഒരു ചെറിയ കാറ് വേണമെങ്കിൽ പോകും എന്നുള്ളൊരു അവസ്ഥ. ഇവരൊക്കെ മെയിൻ അതായിരിക്കും, മെയിൻ പോകുന്ന റൂട്ട് അതായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് ഇവിടത്തേക്കാളും. ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ. അതാണ് എനിക്കത് പ്ലാന്റേഷൻ്റെ ഇതുപോലെ ആയിരിക്കും. അയ്യടാ, ഇവിടെ വെള്ളം വരണ്ട് കിടക്കുന്നു, നോക്കണ്ട, വെള്ളമില്ല. നിറഞ്ഞു പോണ സംഭവം നമ്മൾ പേടിപ്പെടുത്തും ചില സമയത്ത്. മഴയത്ത് വന്നാലേ ഇതുവഴി ഇതിൽ കൂടെ വെള്ളം പോണാണ്ടേ നമ്മൾ ചിലപ്പോൾ ആ വീട്ടിലൊക്കെ കയറും എന്നുള്ള രീതിയിൽ തോന്നും. ഇപ്പോൾ വെള്ളമേ ഇല്ല.
ബിസ്മി കപ്പ ഇറച്ചി ഊണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഈ അമ്മച്ചിയെ കാണുമ്പോഴേ ഞാൻ വിചാരിക്കും ഇവിടെ ഇറങ്ങി ഒന്ന് കഴിക്കണമെന്ന്. അപ്പം ഇന്നൊന്ന് ഇറങ്ങി കഴിക്കാം. ഇന്നാണ് നടന്നത്. ഊണുണ്ട്, മീനുണ്ട്, ഇറച്ചിയുണ്ട്, പക്ഷെ കപ്പയില്ല. അപ്പം നമുക്ക് പോകാം. ഊണൊന്നും കഴിക്കാനുള്ളൊരു അത്ര ഇതില്ല, സ്ഥലമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ആലോചിക്കണതാണ് ഇവിടെ ഒരു ദിവസം ഇറങ്ങി കഴിക്കണമെന്ന്. ഈ കപ്പ ഇറച്ചി എന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോഴേ നമുക്ക് ഒരു ഇത് തോന്നും. വേറെ എവിടെയെങ്കിലും നോക്കാം. പക്ഷെ പാവം കേട്ടാ, നല്ല ഫുഡായിരിക്കും. നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ആരെങ്കിലും ഇതൊരു കഴിച്ചിട്ടുണ്ടെങ്കിലോ ഇതൊരു പാസ് ചെയ്തിട്ടുണ്ടെങ്കിലോ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. എല്ലാവർക്കും അറിയാമല്ലോ ഈ കട. അപ്പൊ പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇതേ പാലരുവി വാട്ടർഫോൾ അങ്ങോട്ടാണ്. ഈ പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ നമ്മൾ പണ്ട് എടുത്തിട്ടുണ്ടല്ലോ എന്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. ഇതിന്റെ അകത്തോട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. ബസ് നമ്മൾ പിന്നെ ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ചങ്ങ് പോവായിരുന്നേ. പിന്നെ ഇടയ്ക്ക് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബസ്സിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് പാർക്കിംഗ് സ്ഥലമുണ്ട്. പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് നമ്മൾ അവർ ഫോറസ്റ്റിന്റെ ബസ്സിൽ അവർ നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ അങ്ങ് അകത്തോട്ട് പോയി പിന്നെയും കുറച്ച് നടക്കാനൊക്കെ വേണം. നടന്ന് മേളിൽ ചെന്ന് ഒരു മണ്ഡപം അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്നിട്ട് വെള്ളച്ചാട്ടം മണ്ഡപത്തിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റും. ഏതൊക്കെ സിനിമകളിലൊക്കെ അത് വന്നിട്ടുണ്ട് കേട്ടോ, അത് ഈ പാലരുവി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഗൈസ്. അപ്പോൾ ഇതാണ്, ഇവിടെ നിന്നാണ് ഈ ജംഗ്ഷൻ കണ്ട, ഈ ജംഗ്ഷനാണ് ആര്യങ്കാവ്. ഇവിടെ നിന്ന് വലത്തോട്ട് ഈ റോഡ് കണ്ട, ഈ റോഡിൻ്റെ അകത്തോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് റോസിമല അങ്ങനെയൊക്കെ. ചക്ക നോക്കടാ, ഇത് ഇവിടെയുണ്ട് ചക്ക. മറ്റേ പുതിയ KSRTC പുതിയ പെയിൻ്റ് അടിച്ച കണ്ടാ. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ റെഫറൻസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചോ. ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ സ്ഥലം കാണിച്ചു തരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ആര്യങ്കാവിൽ നിന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ റോഡ് എല്ലാ നമ്മുടെ ബോർഡർ സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ, അവിടെ ഫുൾ ഇങ്ങനെ ലോട്ടറി കടയായിരിക്കും. അതങ്ങനെ, കാരണം കേരളത്തിൽ മാത്രമേ ലോട്ടറി ഉള്ളൂ, അപ്പുറത്ത് ലോട്ടറി ഇല്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഈ ബോർഡറിൽ നിന്ന് എടുക്കണത് അടിക്കൂന്നൊക്കെ ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ. അയ്യോ, ആംബുലൻസ്. പോയി. എന്താണ് പറഞ്ഞത്, ബോർഡർ അല്ലേ. ബോർഡറിൽ നിന്ന് അങ്ങനെ എടുക്കും ആൾക്കാർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബോർഡറിൽ നിന്ന് അടിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ പരിപാടി. ഇതിൽ ഏറ്റവും ഫേമസ് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ലോട്ടറി എടുത്ത് അടിക്കുമെന്നൊക്കെയുള്ളൊരു ഇതുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അടിപൊളി അല്ലേ. ഇതൊക്കെ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ലോറി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ലോറിയിലൊക്കെ വരുന്നത്, അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ ചായ കുടിക്കാനും ഒക്കെ നിർത്തുന്ന സ്ഥലങ്ങളാണ്. അത് ആ ബോർഡ് കണ്ട, ആ ബോർഡിന്റെ ഒരു വീഡിയോ എടുത്താണ്. കേരള പാലസ് 21 കിലോമീറ്റർ. ഈ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കേരള പാലസ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ചെങ്കോട്ടെ കഴിഞ്ഞ് കുറ്റാലം ആ ഭാഗത്ത് കുറ്റാലം എത്തണ്ടെന്ന് തോന്നുന്നു. അതിന് മുന്നേ ആയിട്ട് കേരള പാലസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു എന്തല്ല വലിയൊരു സ്ഥലമാണ് കേട്ടോ. അത് നല്ല മതിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു പഴയ പാലസ് ആയിരിക്കാം. കാരണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അകത്ത് വന്നിരുന്ന സ്ഥലമാണെന്ന്. കാരണം നമ്മൾ ചെങ്കോട്ടയിൽ പോകുമ്പോൾ നമുക്ക് തിരുവിതാംകൂറിൻ്റെ മറ്റേ ശംഖിൻ്റെ സിമ്പൽ ഉണ്ടല്ലോ, അത് ചെങ്കോട്ടയിൽ പല സ്ഥലങ്ങളിലും പല ഓൾഡ് ബിൽഡിങ്ങിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒബിയസ്ലി അത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ പെട്ടതായിരിക്കാം. പിന്നെയല്ലേ ഈ ലാംഗ്വേജ് അനുസരിച്ചിട്ട് സ്ഥലം വേർപ്പെടുത്തിയത്. ഇവിടെ കാണുന്ന ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്, കേരളത്തിൻ്റെ ഫോറസ്റ്റിൻ്റെ. അപ്പം നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ലിക്കറൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. ലിക്കറൊക്കെ പോയ സീനാണ്. കാരണം ഒരു പാർട്ട് ഓഫ് ഫോറസ്റ്റിൽ കൂടെയാണ് നിങ്ങൾ വരണത്. കാരണം ഇവിടെ ചെക്കിങ് നമുക്ക് ഓർമ്മ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നമ്മളെ നിർത്തിയിരുന്നു. എന്നിട്ട് അവർ ചോദിച്ചു ലിക്കറൊക്കെ ഉണ്ടോയെന്ന്. പിന്നെ ഈ അമ്പലം കണ്ട, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എല്ലാവരും ഇവിടെ ഇറങ്ങി തൊഴുതിട്ടൊക്കെയാണ് പോകാറ്. കാണിക്കിടാറുണ്ട്, തൊഴുതിട്ട് പോകാറുണ്ട്. ഇതുപോലെ തന്നെ കുതിരാനിൽ എനിക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ട്. ഇതേ സെയിം സാധനം കുതിരാനിലുണ്ട്, ഓർമ്മ? കുതിരാനിൽ ഇതുപോലത്തെ ഒരു അമ്പലം ഇതുപോലത്തെ ഒരു സ്ഥലത്തുണ്ട്. കുതിരാൻ ഇപ്പം അറിയാൻ പറ്റുമോ? കാരണം ഇപ്പം ഫുള്ള് തുരങ്കത്തിൽ കൂടെ അല്ലേ പോണേ. അതുകൊണ്ട് കുതിരാൻ ഇങ്ങനെ കയറി പോകുമ്പോൾ ഇതുപോലൊരു അമ്പലമുണ്ട്. തമിഴ്നാട്. അങ്ങനെ അതിമനോഹരമായ തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട, അതെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു മാമൻ ഇരിക്കണുണ്ടോ, ജന്മം ചെയ്ത അങ്ങോട്ട് ജന്മം ചെയ്ത യുവന്മാരുടെ അടുത്ത് പോകരുത്, ഇറങ്ങരുത്. തേപ്പെന്ന് പറഞ്ഞ വൻ തേപ്പാണ്. ആദ്യം നിങ്ങൾക്ക് ഒരു നൊങ്ക് തരും,
ആ നൊങ്ക് എന്നിട്ട് അതിനൊരു 25 രൂപ 50 30 രൂപ അങ്ങനെ എന്തോ പറയും. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പം വെള്ളം ഒഴിക്കും, വെള്ളത്തിന് ചാർജ്, പിന്നെ വീണ്ടും നൊങ്കിന് ചാർജ്. അങ്ങനെ നിങ്ങളെ വലിപ്പിച്ച് ലാസ്റ്റ് 500 രൂപയാക്കി വിടും. അങ്ങനത്തെ നല്ലത് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഗൈസ് കം ഹിയർ എന്ത് പറയല്ലേ, അവര് സന്തോഷം നമ്മളെ വലിപ്പിക്കാൻ വേണ്ടി വാടാ. തമിഴ്നാടിന്റെ അതിമനോഹരമായ കാഴ്ചയിലേക്ക് സ്വാഗതം. ദിവസം രാത്രി ഇവിടെ വന്നപ്പോൾ ബാക്കിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ടികളെല്ലാം പോയി, ഫുള്ളിരുട്ട്. ഇവിടെ ഈ ഒരു കുഴിയും ഇതും എല്ലാം കൂടെ നമ്മൾ പേടിച്ചാകപ്പെടാ ഇതായല്ലേ. ഓർമ്മ കണ്ട താഴെ നമുക്ക് നമ്മുടെ തമിഴ്നാട് കാണാൻ പറ്റും. നല്ല പരന്ന തമിഴ്നാട് പ്രദേശം. ഇവിടേക്ക് കാടാണ് കേട്ടാ. ഈ മലകൾ വന്ന് എൻഡ് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും. കണ്ടാ അവിടെ വന്ന് എൻഡ് ചെയ്യണം. ഈ മല ഇവിടെ വന്ന് എൻഡ് ചെയ്യണം. ലാസ്റ്റ് അങ്ങോട്ട് കാണുന്ന തമിഴ്നാട്. അതാണ് ഒരു പ്ലെയിൻ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഉണങ്ങി വരണ്ട് കിടക്കുന്നില്ലേ. എനിക്ക് ഇത് മറ്റേ മഴ നിഴൽ പ്രദേശമായിരിക്കും. മഴ നിഴൽ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മലയുടെ 2 സൈഡായിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ കാറ്റ് വന്ന് മഴയുടെ ക്ലൗഡ് വന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ മഴ പെയ്യും. ഇപ്പുറ സൈഡോട്ട് വരൂല ആ ക്ലൗഡ്സ്. അപ്പോൾ ഇപ്പുറ സൈഡ് എന്താവും, നമ്മുടെ ഡ്രൈ പ്ലേസ് ആവും. ഫുൾ ഡ്രൈ. വേറെ ആംബിയൻസ്. നമ്മൾ നേരത്തെ ഫുൾ പച്ചപ്പിലായിരുന്നു നേരത്തെ. ഇപ്പൊ നമ്മളത് ഫുൾ കരിഞ്ഞ സ്ഥലത്തെത്തി. അടിപൊളിയല്ലേ. ഇതേപോലെ സ്ഥലമുണ്ട് നമ്മുടെ അട്ടപ്പാടി ആ ഭാഗത്തുണ്ടല്ലോ. അട്ടപ്പാടിയിൽ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് തമിഴ്നാട് ബോർഡറിൽ. ഇത് കൊള്ളാം അല്ലേ. ഇത് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതെ, നമ്മൾ കറക്റ്റ് തമിഴ്നാട് എത്തിയപ്പോഴാണ് ആ ഒരു വരണ്ട കാലാവസ്ഥ വന്നത് കേട്ടോ. നമ്മൾ കറക്റ്റ് ഇതൊക്കെ തമിഴ്നാട്. അത് വേണോ? മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങ കിലോ 30 രൂപ. അപ്പൊ ഒരു വലുതൊക്കെ എത്ര രൂപ വരും? നമ്മളവിടെ ഉണ്ട്, വരിക്കച്ചൊക്കെ ഇല്ല. എന്നാലും ഒരെണ്ണത്തിനൊരു 10,000 രൂപയോ 300 രൂപ വരെ ഉള്ളൂ. എന്നിട്ട് കഴിക്കാൻ മാങ്ങ വേണോ? കണ്ടിച്ചു കഴിഞ്ഞാ ഇരിക്കോ? ആ വെട്ടി കാണിച്ചോ. ചക്ക ഇനി അതല്ല കോമഡി അതല്ല. ഇനി ഈ ചക്കയും കൊണ്ടാണ് എല്ലായിടത്തേക്കും ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാൻ. അവരെ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് പിന്നെ വേറൊരിടത്ത് പോയി പോകുമ്പോൾ തിരിച്ച് വാങ്ങിക്കാമെന്നും ആയിരുന്നു പ്ലാന്. പക്ഷെ അവരെ കണ്ടപ്പോൾ അവർ സംസാരിച്ചപ്പോഴേ പാവം സ്ത്രീ വാങ്ങിച്ചു. കപ്പ മാങ്ങ പുളിപ്പുണ്ട്, ഒരു ചെറിയ മധുരവും. തമിഴ്നാടാണ്. അടിപൊളി നെൽവയൽ പാലക്കാട്. കാഴ്ച അപ്പൊ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. അടിപൊളിയല്ലേ, നല്ല രസമാണ് കേട്ടാ. പൊള്ളാച്ചി, അതാ പൊള്ളാച്ചി. സത്യം പൊള്ളാച്ചി ആ സൈഡിലോട്ട് എത്തിയല്ല. അവിടെ അടിപൊളി ചെക്ക് പോസ്റ്റ് എത്തി കേട്ടാ. വണക്കം തമിഴ്നാട്, വണക്കം. ഇതിപ്പോ നമ്മളിപ്പോ വിജയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. TVK ആരും അയച്ചാലും ഏതൊക്കെ പാട്ട് ഏതൊക്കെ അറിയാം, എല്ലാ പടത്തിന്റെ പേരും പറയും, 2 പാട്ട് പാടിക്കൊടുക്കും. ഇന്നത്തെ പാട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഒരു പാട്ട് കണ്ണ് കാണാത്ത ഒരു സ്ത്രീയെ പുള്ളി സ്നേഹിച്ചു. എന്നിട്ട് ആ സ്ത്രീക്ക് കാഴ്ച വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു, പുള്ളിയെ തേടിപ്പോയി. അങ്ങനെ മറ്റേ സിനിമ. പിന്നെ അങ്ങനെ എന്തൊക്കെ സിനിമ. വിജയ് ജയിച്ചോണ്ട് സന്തോഷം. പക്ഷെ എനിക്ക് DMK തോറ്റോണ്ട് ചെറിയ വിഷമമുണ്ട് കേട്ടോ. എനിക്ക് സ്റ്റാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്റ്റാലിന്റെ DMK തോറ്റപ്പം, കാരണം നല്ല നേതാക്കന്മാർ സത്യത്തിൽ തോക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ ചെയ്തു. അതാണ്
ജയിച്ചത്. അവരുടെ GDP 16 മാത്രമല്ല, അല്ല ടോട്ടലി സ്റ്റാലിൻ ഭരണകാലത്ത് 16% അവർ GDP മുമ്പിലോട്ടായി. 16% കൂടി. അത് നല്ല കാര്യമാണ് ഇപ്പം ആരാണെങ്കിലും. പക്ഷെ നമുക്ക് ആ നാട്ടിലെ ആൾക്കാർക്ക് പല പേഴ്സണൽ കാര്യങ്ങൾ കാണും. പക്ഷെ നല്ല വിജയെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. വിജയ്ക്ക് അതൊക്കെ വെള്ളയും അങ്ങനെ വിജയ് അല്ലേ. അമ്മച്ചി ഇപ്പൊ ചാടിയാണ്. അങ്ങനെ തമിഴ്നാടെത്തി. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാണ്, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ആൾക്കാരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് അടുത്ത് ചാടിത്തരയൊക്കെ ചെയ്യും. കൊള്ളാല്ലേ. കേരളമാണാ കാണുന്നത് ആ ഭംഗിയായിട്ട്. അത് അടിപൊളി. നമ്മൾ കേരളത്തിന്റെ വെളിയിൽ പോയി കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നു. അതാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ചെങ്കോട്ട എത്തിയിരിക്കുകയാണ് ഗായ്സ്. ചെങ്കോട്ടയാണ് ചെങ്കോട്ടൈ. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടാണ് പോവേണ്ടത്. ലെഫ്റ്റ്. നമ്മൾ അച്ചൻകോവിൽ റൂട്ടാണ് പോകണത്. വലത്തോട്ട് പോയാൽ മറ്റേ നമ്മുടെ ജംഗ്ഷനിലോട്ട് എത്തും. ചെങ്കോട്ടൈ ജംഗ്ഷൻ, കുറ്റാലം ഒക്കെ വലത്തോട്ട് പോകണം. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ. അച്ചൻകോവിൽ മറ്റേ ഫോറസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന അമ്പലേ ഭയങ്കര ഫേമസ് ആണ്. അത് മലയുടെ മുകളിലൊക്കെ കയറി പോകണം. എന്തൊക്കെ സ്ഥലങ്ങളല്ലേ ഒരു സ്ഥലത്ത് തന്നെ. അപ്പോൾ നമുക്ക് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ്. അതാണ്. ഈ തമിഴ്നാട് എത്തുമ്പോഴത്തേക്ക് മൊത്തത്തിൽ വൈബ് മാറി. ആ രസം മാറി, ആൾക്കാർ മാറി, ഇവൻ വണ്ടി ഓടിക്കണ ഡ്രൈവിംഗ് സ്റ്റൈല് മാറി, എല്ലാം മാറി. ഇത് TV കയറി കൂടി ഇന്ന് നമ്മളെ ഇത് എപ്പോഴത്തെ കിട്ടിയെന്ന് അറിയാമോ? ഇതൊക്കെ മറന്നിരുന്നേണേ. ആ ചക്ക വിറ്റിരുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ റിംഗ് ട്യൂൺ മറ്റേ വിജയുടെ റിംഗ് ട്യൂണാണ്. അമ്പലങ്ങളുണ്ടോ? പക്ഷെ ഈ കളർ കോമ്പിനേഷൻ, പിന്നെ അവരുടെ ഒരു പ്രത്യേക പെയിന്റിങ്, ഇത് നമ്മളെ ട്രിവാൻഡ്രത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മൾ ഇതുപോലെ ഒരുപാട് കടയല്ല, സോറി, അഗ്രഹാരമൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ അല്ല, നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ആ ഭാഗത്ത്, ഫോർട്ട് സ്ഥലത്തുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കരമന ആ ഭാഗത്തുണ്ട്, കിള്ളിപ്പാലം, തളിയൽ. അപ്പൊ ഇവർ തമിഴ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അവരുടെ അമ്പലവും എല്ലാം ഇങ്ങനെയൊക്കെയാണ്. ഇതേപോലെ തന്നെ ഇരിക്കണം അല്ലേ. ഗ്രാമീണ ഭംഗി തമിഴ്നാടിന്റെ. തീരെ ചെറിയ വീടുകളല്ലേ അപ്പുറത്തെ അടിപൊളി വ്യൂ ആണ് അവർക്ക്. ശരിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ബെറ്റർ വീട്. അവിടെ കുറച്ച് ബാക്കിലോട്ടൊക്കെ ആയിരുന്നെങ്കിൽ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഇതുപോലത്തെ കണ്ട തീരെ ചെറിയ വീട് കേട്ടാ പാവം. ഇതാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ കേരളത്തിലെ ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പറമ്പിലൊരു വീട്, അങ്ങനത്തെ മൈൻഡ് സെറ്റാണ്. എന്താ എനിക്കത് മനസ്സിലാവില്ല കേട്ടാ. ഇവർക്ക് പക്ഷെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് കേട്ടാ. ചെറിയ 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 വീടുകളല്ലേ. ഇവരെയൊക്കെ പറ്റിക്കാൻ പാടില്ലല്ലേ ഒരിക്കലും. ഇവിടെ പറ്റിച്ചിട്ട് പിന്നെ എന്തായാലും ദൈവം ശിക്ഷിക്കും. വളരെ പാവപ്പെട്ട ആൾക്കാർ. അമ്പലം നോക്കുമ്പോ സൂപ്പർ വൈബ് അമ്പലം കേട്ടോ. നമുക്ക് കേരളത്തില് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തമിഴ്നാട്ടിലൊക്കെ വന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം അല്ലേ. ഇത് എനിക്കൊന്ന് സ്കൂളാണ്. ഞാൻ പാവം എന്നൊക്കെ ഇങ്ങനെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ആടെ ബംഗ്ലാവ് സ്കൂളാണ് കേട്ടോ. സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ. നല്ല സ്കൂൾ കേട്ടോ. പമ്പും ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്ക്. ഈ റോഡ് ഇങ്ങോട്ട് നേരെ പോകണ അച്ചൻകോവിൽ കേട്ടോ. അച്ചൻകോവിലൊക്കെ ഈ റൂട്ടാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ എവിടെ നിന്നോ കട്ട് ചെയ്ത് കയറാം മറ്റേ ഇങ്ങോട്ട്. നമ്മൾ ഈ സീനിക്കായിട്ടുള്ള സ്ഥലമാണ് അത് മൊത്തത്തിൽ. അടവിനൈനാർ ഡാം 11 കിലോമീറ്റർ. അതാണ് ഗൈസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അടവിനൈനാർ ഡാം. പൻപോളി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കണ്ടോ വിജയ് അതിനെന്താണ് പറയണെന്ന് പറയണേ. മ്യൂസിക് അറിയാം. പക്ഷെ ഇതിന്ന് ഹോട്ടൽ റഹ്മത്ത്. കഴിക്കാം, ഭക്ഷണം കഴിക്കാം. കൊള്ളാമോ?
ഉള്ളൂല്ലേ സ്ഥലമില്ല പക്ഷെ. സ്ഥലമില്ലല്ലേ കഴിഞ്ഞ നല്ല സീനിക് വ്യൂവിന് തമിഴ്നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ മക്കളെ. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി കേട്ടോ. അങ്ങോട്ട് ഇതല്ല വഴി, തിരിഞ്ഞ് അങ്ങോട്ടാണ് പോവേണ്ടിയിരുന്നത്. എന്തായാലും നമുക്ക് ഈ സീനിക്ക് ഈ ഭംഗിയൊന്ന് കണ്ടിട്ട് വരാം. അല്ല അങ്ങോട്ട് പോയിരുന്ന ഈ ഭംഗി കാണാൻ പറ്റും. കാണാൻ പറ്റൂല, അതാണ് സൂപ്പർ അല്ലേ. ഇവിടെയൊക്കെ നല്ല മെച്ചപ്പല്ലേ. മല കണ്ടാ, ഈ കേരളം ഒരു ഭംഗി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവർക്ക് കാണാനുള്ള വ്യൂ ആണ് കേരളം. അടിപൊളി. എടുക്കണണ്ടാ കൃഷിപ്പണി, കെർബ് ക്ലോസ്, സൂപ്പർ അല്ലേ. അവര് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കഴിക്കാനുള്ള ചോറ്റുപാത്രം ഇരിക്കണണ്ട മരത്തിന്റെ അവിടെ. ചെറിയ ഉള്ളി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ അടവിനയനാർ ഡാം, ആ ഡാമിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നാലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞായിരിക്കും. ഇറ്റ്സ് മീ അൽസഫ് സൈനിങ് ഓഫ്. ബൈ ബൈ. ആ വ്യൂ കൂടെ നോക്കിയിട്ട് പോകൂ. വ്യൂ നോക്കൂ.